ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യൽ ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ്. നമുക്കിന്ന് എലാഞ്ചി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോമ്പ് തുറക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ്. കൂടാതെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണിക്ക് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇത് തയ്യാറാക്കി എടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഒരു 20 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നിറം മാറി വന്നിട്ടുണ്ട്. ഇത് മാറ്റാം. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്കാം. ഉണക്കമുന്തിരിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരണം. പാല് ഓപ്ഷണൽ ആണ്. പാലിന് പകരം 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താലും മതി. പാല് നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന്. 1/2 കപ്പ് തേങ്ങ കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലുള്ള പാല് നന്നായിട്ട് വറ്റി വരണം. അപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ തേങ്ങ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് മൈദ അളന്നെടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഗോതമ്പ് ദോശയ്ക്കൊക്കെ കലക്കിയെടുക്കില്ലേ, അതുപോലെ തന്നെ കലക്കിയെടുക്കണം. ആദ്യമേ കുറേ വെള്ളം ഒഴിച്ചിട്ട് കലക്കരുത്, എന്നാൽ വെള്ളം കൂടിപ്പോവും. നമ്മൾ കലക്കുമ്പോൾ കട്ടി കൂടിപ്പോവാനും പാടില്ല. ഇപ്പം കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഈ കട്ടയൊക്കെ മാറി കിട്ടും. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് ചൂടാക്കി എടുക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇതിലോട്ട് 1 തവി മാവ് ഒഴിച്ചിട്ട് ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഇനി ഇത് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ദോശ എടുക്കുക. അതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം മടക്കിയതിന് ശേഷം സൈഡ് രണ്ടും അകത്തോട്ട് മടക്കുക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഈ 2 സൈഡും അകത്തോട്ട് മടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ മടക്കി വെച്ചാൽ ഈ ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാതിരിക്കും. അങ്ങനെ മടക്കാതെ തന്നെ നമുക്ക് വെറുതെ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം. ഏതാണ് ഇഷ്ടം അതുപോലെ റോൾ ചെയ്തെടുക്കാം. ഒരു ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ മറ്റേ ദോശമാവ് കല്ലിൽ ഒഴിച്ചിട്ട് അതാവുന്ന ആ ടൈമിൽ നമുക്ക് ഈ ഫില്ലിംഗ് വെച്ച് റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാനിതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എലാഞ്ചി തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു സ്നാക്സ് ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.